നമസ്കാരം. അശ്വതി നക്ഷത്രം, ആദ്യത്തെ നക്ഷത്രം, അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ സാമാന്യമായ ഗുണദോഷ സ്ഥിതികൾ, പ്രത്യേകതകൾ, ഇപ്പോഴുള്ള അവസ്ഥകൾ, പ്രതിവിധികൾ, ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. അശ്വതി നക്ഷത്രം കേതു ദശയിലാണ് തുടക്കം. അതായത് നക്ഷത്രാധിപതിയായ ഗ്രഹം വരുന്നത് കേതുവാണ്. അശ്വതി നാളുകാർക്ക് ജനനം കേതു ദശയിലാണ്. കേതു ദശ ആകെ 7 വർഷമാണ്. അശ്വതി നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നതിന് ശേഷമാണ് ജനനമുണ്ടാകുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ജനനശിഷ്ടം കേതു ദശ എത്ര വർഷം, മാസം, ദിവസം ഒക്കെ വരുന്നുവെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് ഓരോ വ്യക്തിയുടെയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കേതു ദശയിലാണ് തുടക്കമെന്ന് പറഞ്ഞു. തുടർന്ന് വരുന്ന ശുക്രദശയാണ്. അത് 20 വർഷത്തോളം ഉണ്ട്. അതായത് അശ്വതി നാളുകാർക്ക് പൊതുവെ പറഞ്ഞാൽ ബാല്യം, കൗമാരം, യൗവനത്തിൻ്റെ ആരംഭമെല്ലാം ശുക്രദശയാണ്. പിന്നെ വരുന്നത് ആദിത്യ ദശ 6 വർഷവും തുടർന്ന് ചന്ദ്രദശ 10 വർഷവും ഒക്കെയാണ്. അപ്പം ഇങ്ങനെ പോകുന്ന അശ്വതി നാളുകാർക്ക് ഒരു മധ്യപ്രായത്തിൻ്റെ ഘട്ടമെത്തുമ്പോൾ ചൊവ്വാദശയും രാഹുദശയും ഒക്കെയാണ് കടന്നു വരിക. കേതു അശ്വതി നാളുകാർക്ക് പൊതുവെ ദോഷകരമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് മകരം, കുംഭം രാശികളുടെ അധിപനായ ശനിയും അശ്വതിക്ക് അനുകൂലമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അശ്വതി നാളുകാർക്ക് പൊതുവായി ബാധിക്കാവുന്ന ഏറ്റവും തീവ്രദോഷങ്ങളിൽ കേതുവിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ 7ര ശനി, കണ്ടകശനി തുടങ്ങിയ ദോഷഭാവങ്ങളുമെല്ലാം കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടും. 7ര ശനി മുതലായത് എല്ലാ നാളുകാർക്കും ഉണ്ടെങ്കിലും കേതു നാളുകാർക്ക്, കേതുവിൻ്റെ ആധിപത്യത്തിൽ വരുന്ന നാളുകാർക്ക് അത് കുറച്ച് കൂടുതൽ വിഷമകരമാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും പുറകിൽ വിളക്ക്, ജലധാര, പുഷ്പാഞ്ജലി, വെള്ളനിവേദ്യം ഒക്കെ ചെയ്യുന്നത് അശ്വതി നാളിന് വളരെ ഗുണം ചെയ്യും. നക്ഷത്രാധിപ ഗ്രഹം കേതുവായതുകൊണ്ട് ഗണപതിക്ക് നെയ്വിളക്ക്, കറുകമാല ചാർത്തി ഉണ്ണിയപ്പം നിവേദ്യം നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. അശ്വതി നാളുകാർ വൈഡൂര്യം എന്ന രത്നക്കല്ല് വെള്ളി ലോക്കറ്റിലാക്കി ധരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ സവിശേഷതകളും പൊതുവായിട്ടുള്ള ഗുണദോഷാവസ്ഥകളും ഇപ്പോഴുള്ള പ്രത്യേകതകളും ഒക്കെ പറയുമ്പോൾ ഭരണി നാളിൻ്റെ നക്ഷത്രാധിപ ഗ്രഹമെന്ന് പറയുന്നത് ശുക്രനാണ്. ഭരണി നാളുകാർ ജനിക്കുന്നത് ശുക്രദശയിലായിരിക്കും. ഭരണി നാൾ തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നിട്ടാണ് ജനിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ജന്മശിഷ്ടം ശുക്രദശ എത്ര കാലമുണ്ടെന്ന് കണക്കാക്കുന്നു. അപ്പോൾ ശുക്രൻ്റെ സ്വാധീനത്തിലാണ് ജനനം. ശരാശരി ആകെ ശുക്രദശ 20 കൊല്ലമാണ്. അതിൽ ഭാഗികമായിട്ട് കുറച്ച് കാലമാണ് ജന്മശിഷ്ടമായിട്ട് വരാറുള്ളത്. ശുക്രൻ കഴിഞ്ഞ് പിന്നീട് വരുന്ന ആദിത്യദശയും ചന്ദ്രദശയും ചൊവ്വാദശയും ഒക്കെ ഭരണി നാളുകാരുടെ കൗമാരകാലം, യൗവനകാലം, യൗവന അനന്തര കാലഘട്ടം തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഏകദേശം വരുന്നതാണ്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ശുക്രൻ ജനന സമയത്ത് ജാതകത്തിൽ അനുകൂലമല്ലെങ്കിൽ ശുക്രദശയും പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ആദിത്യദശ ഗുണകരമായിരിക്കുകയില്ല. ചന്ദ്രദശ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ ചൊവ്വാദശയിലും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും പലവിധ ക്ലേശങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ജ്യോതിഷപരമായിട്ട് ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന ദേവത ഗണപതി, അന്നപൂർണേശ്വരി, ലക്ഷ്മി തുടങ്ങിയ മൂർത്തികളാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണി നാളിൽ ജനിച്ച ഒരാൾക്ക് പ്രതികൂല സാഹചര്യങ്ങളും തടസ്സങ്ങളും
ഉണ്ടാകുമ്പോൾ ഏറ്റവും ഫലപ്രദമായി ഗണപതി ഹോമം നടത്തുക. ഗണപതിക്ക് നെയ്വിളക്കും കറുകമാലയും മോദകം നിവേദിച്ച് മുക്കുറ്റി പുഷ്പാഞ്ജലിയും നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. സിദ്ധിവിനായക കലശം ഗൃഹത്തിൽ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന വഴിപാട് ആണ്. ഇതൊക്കെ കൂടാതെ ശുക്രൻ്റെ രത്നമെന്ന് പറയുന്നത് ഡയമണ്ട് അഥവാ വജ്രം ആണ്. നല്ല നിലവാരമുള്ള വജ്രം പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കണം. വളരെ ശ്രദ്ധാപൂർവം അറിയാവുന്നവർ പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കുന്ന വജ്ര കല്ല് വെള്ളി മോതിരത്തിലോ സ്വർണ്ണ മോതിരത്തിലോ ഘടിപ്പിച്ച് കയ്യിൽ ധരിക്കുന്നത് വളരെയധികം ഗുണം ഭരണി നാളുകാർക്ക് ചെയ്യാറ് ഉണ്ട്. കാർത്തിക നക്ഷത്രക്കാരുടെ സാമാന്യമായിട്ടുള്ള ഗുണദോഷ സ്ഥിതികളും പ്രത്യേകതകളുമൊക്കെ പരിഗണിക്കാം. കാർത്തിക നക്ഷത്രക്കാർ ജനിക്കുന്നത് ആദിത്യ ദശയിലാണ്. കാർത്തിക നാളിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ്റെ ദശാകാലത്തിലാണ് ജനനം. തുടർന്ന് വരുന്നത് ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുദശ, വ്യാഴദശ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജനനശിഷ്ടം ആദിത്യദശ എത്രത്തോളം വരുന്നുണ്ട് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ തുടർന്ന് ഓരോ നിശ്ചിത പ്രായത്തിലും ചന്ദ്രദശയും ചൊവ്വാദശയും രാഹുദശയും ഒക്കെ എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിൽ ചന്ദ്രദശ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചൊവ്വാദശ അത്ര കണ്ട് അനുകൂലമാകണമെന്നില്ല. ചില പ്രത്യേക ഗ്രഹസ്ഥിതികളിൽ ജനിച്ചവർക്ക് ഈ കുജദശ ഗുണം ചെയ്യാറുണ്ട്. പൊതുവെ ചൊവ്വാദശ അത്ര അനുകൂലമല്ല. യൗവന മധ്യത്തിലും മറ്റും വരുന്നതാണ് രാഹുദശ ഈ നാളുകാർക്ക്. രാഹുദശ കാർത്തിക നാളുകാരെ സംബന്ധിച്ച് ഒട്ടും നല്ലതായിരിക്കുകയില്ല. വളരെ ദോഷകരമാകാനാണ് സാധ്യത. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ കാർത്തിക നാളിൻ്റെ അധിപൻ ആദിത്യനാണ് എന്ന് പറഞ്ഞു. ഈ ആദിത്യൻ അതായത് സൂര്യൻ ഏറ്റവും വിപരീതാത്മകമായി ഭവിക്കുന്ന ഗ്രഹമാണ് രാഹു. കാരണം എന്താണ്? സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ഗ്രഹമാണ് രാഹു. അതുകൊണ്ട് തന്നെ ഈ രാഹുവിൻ്റെ ദശാകാലം ആദിത്യൻ്റെ ആധിപത്യത്തിൽ വരുന്ന കാർത്തികക്കാർക്ക് ഒട്ടും ഗുണം ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആദിത്യ ഹൃദയ സ്തോത്രം പതിവായിട്ട് ചൊല്ലുക. ഗൃഹത്തിൽ നവഗ്രഹ പൂജ, ആദിത്യ ശാന്തി തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുക. സൂര്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പൊങ്കൽ വഴിപാട് നടത്തുക. ഇതെല്ലാം തന്നെ നല്ല പരിഹാരങ്ങൾ ആണ്. അതോടൊപ്പം ആദിത്യൻ്റെ സ്റ്റോൺ എന്ന് പറയുന്നത് റൂബി അഥവാ മാണിക്യം ആണ്. ഇത് ഏറ്റവും ഗുണനിലവാരമുള്ളത് പ്രത്യേകം സെലക്ട് ചെയ്ത് വാങ്ങിക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിച്ച റൂബി എന്ന കല്ല് സ്വർണ്ണ ലോക്കറ്റിലാക്കി ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. രോഹിണി നാളുകാരുടെ പൊതുവായ ഗുണദോഷ അവസ്ഥകളും പരിഹാര കാര്യങ്ങളും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ രോഹിണി നാളിൻ്റെ അധിപഗ്രഹം ചന്ദ്രനാണ്. ഒരു രോഹിണി നാളുകാരൻ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. തുടർന്ന് ചൊവ്വ, രാഹു, വ്യാഴം, ശനി തുടങ്ങിയ ദശാകാലങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ചന്ദ്രദശ ജനനശിഷ്ടം എത്രയുണ്ട് എന്ന് കണക്കുകൂട്ടി അറിയലാണ് പ്രധാനമായിട്ട് വരുന്നത്. ചന്ദ്രദശ പൊതുവെ നല്ലതായിരുന്നെങ്കിൽ പോലും ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളിനെ സംബന്ധിച്ച് തുടർന്ന് വരുന്ന ചൊവ്വയുടെ ദശാകാലം പൊതുവെ വലിയ ഗുണമുണ്ടായിരിക്കുകയില്ല. പിന്നീട് വരുന്ന രാഹു ദശാകാലം ഒട്ടും ഗുണം ചെയ്യുകയില്ല. പിന്നെ വരുന്ന വ്യാഴദശയാണ് പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ രോഹിണി നാളുകാരന് രാഹുദശ വളരെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. അതേത് ഘട്ടത്തിലാണ് കടന്നു വരുന്നത് എന്ന് കണക്കുകൂട്ടി മനസ്സിലാക്കണം. ഈ രാഹുദശ രോഹിണിക്കാരന് വളരെ ദോഷകരമായിട്ട് മാറാൻ ഒരു കാരണമുണ്ട്. രാഹു കാരണം തന്നെയാണ്
ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത്. സൂര്യഗ്രഹണത്തിന് കാരണം രാഹു ആണ്. ചില സമയത്ത് കേതുഗ്രസ്ത സൂര്യഗ്രഹണവും നടക്കും. അതുകൂടാതെ ചന്ദ്രഗ്രഹണത്തിലും രാഹു ഗ്രസിച്ചിട്ടുള്ള ചന്ദ്രഗ്രഹണവും കേതു ഗ്രസിച്ചുള്ള ചന്ദ്രഗ്രഹണവും നടക്കും. ഇപ്പൊ ചന്ദ്രഗ്രഹണത്തിനും രാഹു കാരണക്കാരനാണ്. രോഹിണി നാളിൻ്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രഗ്രഹണത്തിന് കാരണമാകുന്ന രാഹുവിൻ്റെ ദശാകാലം ഈ രോഹിണിക്കാർക്ക് ഗുണം ചെയ്യാറില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യേണ്ടതാണ്. അതിനുള്ള പ്രതിവിധി, രാഹുദോഷം മാറുന്നതിന് നാഗക്ഷേത്രത്തിൽ 100 പാലും വഴിപാട് നടത്തുക. അതോടൊപ്പം സർപ്പദൈവങ്ങൾക്ക് പറ്റുന്ന മറ്റു വഴിപാടുകളും ചെയ്യുക. ശിവന് ജലധാര, വെള്ളനിവേദ്യം, പുഷ്പാഞ്ജലി ഇവയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ രോഹിണി നാളിൻ്റെ ജന്മനക്ഷത്ര കല്ലെന്ന് പറയുന്നത് പേള് അഥവാ മുത്ത് ആണ്. മുത്ത് ഒരുപാട് തരത്തിലുള്ളതുണ്ട്. കൃത്രിമ മുത്തുകളുണ്ട്, വില കുറഞ്ഞ തരത്തിലുള്ള മുത്തുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുത്തിൽ 90% കൂടുതലും കൃത്രിമം തന്നെയാണ്, ആർട്ടിഫിഷ്യലി മെയ്ഡാണ്. അല്ലാതെ കടലിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന മുത്തിൻ്റെ അളവ് കുറവാണ്. എന്നാൽ വില കൂടിയ മുത്തുകളും വില കുറഞ്ഞ മുത്തുകളും ഉള്ളതിൽ നല്ല ഗുണനിലവാരമുള്ള മുത്ത് തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കുന്ന മുത്ത് വെള്ളി മോതിരത്തിലാക്കി വിരലിൽ ധരിക്കുകയാണ് വേണ്ടത്. മകയിരം നാളിൻ്റെ പൊതുവായിട്ടുള്ള ഗുണദോഷ അവസ്ഥകളും പ്രാധാന്യമുള്ള കാര്യങ്ങളും ആണ് നമ്മളിവിടെ പറയുന്നത്. മകയിരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ദശയിലാണ് മകയിരംകാർ ജനിക്കുന്നത്. പിന്നീട് വരുന്നത് രാഹുദശ, വ്യാഴദശ, ശനിദശ, ബുധദശ തുടങ്ങിയ ദശാകാലങ്ങളാണ്. അപ്പോൾ ചൊവ്വാദശയിൽ ജനിക്കുന്ന ഒരു മകയിരംകാരന് ജനനശിഷ്ടം എത്ര വർഷം ഈ ചൊവ്വാദശ ഉണ്ടെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. തുടർന്ന് വരുന്നത് രാഹുദശ ആയതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ തീവ്രമായ ദോഷം മകയിരം നാളുകാർക്ക് ബാധിക്കാറുണ്ട്. പൊതുവായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം അറിയുന്നതിന് നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില നോക്കേണ്ടതാണ്. ഈ രാഹുദശയുടെ ദോഷം മാറണം. തുടർന്ന് വ്യാഴദശ അനുകൂലവും പിന്നെ വരുന്ന ശനിദശാകാലം കൂടുതൽ ദോഷകരവുമാണ്. അപ്പോൾ രാഹുവിൻ്റെ ദോഷം മാറുന്നതിന് മകയിരം നാളുകാർ ശിവക്ഷേത്രത്തിൽ ക്ഷീരധാര തുടങ്ങിയ വഴിപാടുകൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട്. സർപ്പക്ഷേത്രത്തിൽ 100 പാലും നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റു വെച്ചാരാധനോ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനം ശരിയായി പരിശോധിപ്പിച്ച് അതിൻ്റെ ഗുണദോഷ സ്ഥിതികൾ ശരിയായി രാശി ചിന്തിച്ച് അറിഞ്ഞ് ആവക പ്രതിവിധികൾ വേണ്ടതുപോലെ ചെയ്യുക. നിങ്ങളുടെ ഗ്രഹനിലയിലെ ഇപ്പോഴുള്ള സ്ഥിതി വ്യക്തമായി അറിഞ്ഞ് ഏറ്റവും ഉചിതമായ പരിഹാരം ചെയ്യുന്നതും നല്ലതാണ്. മകയിരം നാളുകാരുടെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് ചുവന്ന പവിഴം അഥവാ റെഡ് കോറൽ ആണ്. അത് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ളത് നോക്കി വാങ്ങി സ്വർണ്ണ മോതിരത്തിലാക്കി ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. സ്വർണ്ണ മോതിരത്തിൽ അഥവാ വെള്ളി മോതിരത്തിലും ധരിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഗ്രഹസ്ഥിതി അറിഞ്ഞു പരിഹരിക്കുകയാണ് പ്രധാനമായിട്ട് വേണ്ടത്. തിരുവാതിര നക്ഷത്രക്കാരുടെ സാമാന്യമായിട്ടുള്ള പ്രത്യേകതകളും ഗുണദോഷ അവസ്ഥകളും നമ്മൾ പറയുമ്പോൾ, തിരുവാതിര നാള് ജനിക്കുന്നത് രാഹുദശയിലാണ്. നക്ഷത്രാധിപൻ രാഹുവാണ്. രാഹുദശ ആകെ 18 വർഷമാണ് ഉള്ളത്. ഈ തിരുവാതിര നാള് തുടങ്ങിക്കഴിഞ്ഞ് എത്ര നാഴിക വിനാഴിക കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് എന്ന് കണക്കാക്കി അതിനനുസരിച്ച് ജനനശിഷ്ടം രാഹുദശ എത്രയുണ്ടെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. അങ്ങനെ രാഹുദശ ജന്മശിഷ്ടം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുശേഷം വ്യാഴദശ 16 കൊല്ലം, ശനിദശ 19 കൊല്ലം, ബുധൻ
17 കൊല്ലം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് പതിവ്. അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ജനിച്ച സമയമനുസരിച്ച് നിങ്ങളുടെ ഗ്രഹനില കണക്കാക്കി വേണം ഇതിലെ ദശാകാലങ്ങളുടെ മുമ്പോട്ടുള്ള ഗതി അറിയേണ്ടത്. അതിനനുസരിച്ച് നിങ്ങളുടെ ഗുണദോഷ അവസ്ഥകൾ നിങ്ങൾ ചിന്തിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ തേടേണ്ടതാണ്. ഇനി ഈ തിരുവാതിര നാളുകാർക്ക് അവർ മിഥുനക്കൂറിൽ വരുന്നതായതുകൊണ്ട് അഷ്ടമാധിപനാണ് ശനി, 9ാം ഭാവാധിപനും ശനി തന്നെയാണ്. അഷ്ടമ നവമ ഭാവങ്ങളുടെ അധിപനായിരിക്കുന്ന ശനിയുടെ ദശാകാലങ്ങളും 7ര ശനി, കണ്ടകശനി കാലങ്ങളുമെല്ലാം കൂടുതൽ ദോഷകരമായി തീരാറുണ്ട്. തിരുവാതിരക്കാർക്ക് ശനിയുടെ സ്വാധീനം കൂടുതൽ ദോഷകരമായിട്ട് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ തിരുവാതിര നാളുകാർ പരിഹാരം ചിന്തിക്കുമ്പോൾ, ഒന്ന്, ജന്മശിഷ്ടം വരുന്നത് രാഹുദശയാണ്. രാഹുവിന് ഉതകുന്ന ലഘുവായ പരിഹാരങ്ങൾ ചെയ്യുക. ശനിയുടെ ദോഷം വളരെ കൂടുതലായി ബാധിക്കാമെന്നുള്ളത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ ജലധാര, പുറകിൽ വിളക്ക്, കൂവളത്തില കൊണ്ട് മാല ചാർത്തി, വെള്ള നിവേദ്യം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. തിരുവാതിര നാളുകാരുടെ രത്നമെന്ന് പറയുന്നത് ഗോമേദക കല്ലാണ്. വളരെ പ്രത്യേകതകളുള്ള ഒരു രത്നമാണ് ഗോമേദകം. നിങ്ങൾ ശരിയായ രീതിയിൽ സെലക്ട് ചെയ്ത് നല്ല ഗോമേദകം തന്നെ വാങ്ങുക. എന്നിട്ടത് വെള്ളി ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പുണർദം നാള് വന്നു ചേരുന്നത് വ്യാഴ ഗ്രഹത്തിൻ്റെ ആധിപത്യത്തിലാണ്. പുണർദം നാളുകാർ ജനിക്കുന്നത് വ്യാഴദശയുടെ ആരംഭത്തിലാണ്. അപ്പം നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ ദശ ആരംഭത്തിലും, പിന്നെ ശനിദശ, ബുധദശ, കേതു, ശുക്രൻ, ഇങ്ങനെയാണ് ദശാകാലങ്ങളുടെ പോക്ക്. പുണർദം നാളിൽ ജനിച്ച നിങ്ങൾ എത്ര നാഴിക വിനാഴിക ചെന്നിട്ടാണ് ജനിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ച് ശിഷ്ടദശാകാലം എത്രയുണ്ടെന്ന് കണക്കാക്കി തുടർന്ന് ദശാകാലങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ ജന്മശിഷ്ട ദശ കഴിഞ്ഞു വരുന്ന ശനിദശ കൂടുതലായിട്ട് ദോഷം ചെയ്യാറ് പതിവുണ്ട്. കൂടാതെ പുണർദം നാളുകാർക്ക് ശനിഗ്രഹത്തിൻ്റെ ദോഷം കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ 7ര ശനി, കണ്ടകശനി തുടങ്ങിയ സന്ദർഭങ്ങൾ വരുമ്പോൾ പുണർദം നാളുകാരെ അത് കൂടുതലായിട്ട് ബാധിക്കും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ശനിയുടെ ദോഷപരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നെയ്യ് അഭിഷേകം, നീരാഞ്ജനം, കടുംബായുസം, പുഷ്പാഞ്ജലി ഇതെല്ലാം നടത്തുന്നത് വളരെ വളരെ പ്രയോജനം ചെയ്യും. നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹനില ഉണ്ടാക്കി നിങ്ങളുടെ ഇപ്പോഴുള്ള ദശാകാലസ്ഥിതി ഏതാണെന്നൊക്കെ അറിഞ്ഞ് പരിഹരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങളോ കുടുംബക്കാവുകളോ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു സാമാന്യമായ ഗുണദോഷ അവസ്ഥ താമ്പൂല രാശിയിലൂടെ അറിഞ്ഞ് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം പുണർദം നാളിൻ്റെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് പുഷ്യരാഗം, യെല്ലോ സഫയർ എന്ന് പറയുന്നതാണ്. ഈ മഞ്ഞ പുഷ്യരാഗം എന്ന് പറയുന്ന ഈ കല്ല് സ്വർണ്ണമോതിരത്തിലാക്കി ധരിക്കുന്നത് വളരെ ഉത്തമം. അല്ലാത്ത പക്ഷം വെള്ളിയിലും ധരിക്കാം. നിങ്ങൾ പൊതുവെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും നെയ്വിളക്ക്, തുളസിമാല, പാൽപ്പായസം, പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ ഗ്രഹസ്ഥിതി സൂക്ഷ്മമായി പരിശോധിച്ച് അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ കണ്ടെത്തി ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. പൂയം നാളുകാരെ പറ്റി ചിന്തിക്കുമ്പോൾ പൂയം നക്ഷത്രം വരുന്നത് ശനിയുടെ ആധിപത്യത്തിന് കീഴിലാണ്. പൂയം നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ശനിദശയിലാണ്. അപ്പോൾ ജനനശിഷ്ടം ശനിദശ എത്ര കാലമുണ്ടെന്ന് കണ്ടുപിടിക്കലാണ് ആദ്യം വേണ്ടത്.
പൂയനാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ജനനശിഷ്ടം ശനിദശ ബാലൻസ് എത്രയുണ്ടെന്ന് ആദ്യം കണക്കാക്കണം. അതിനെ തുടർന്ന് വരുന്നത് ബുധദശ, പിന്നെ കേതു, പിന്നെ ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ഇങ്ങനെയൊക്കെയാണ് ദശാകാലങ്ങളുടെ മുമ്പോട്ടുള്ള ഗതി. അപ്പം നമ്മളുടെ ദശാകാലം ഇപ്രകാരം വ്യക്തമായിട്ട് കണക്കാക്കുക. അതിനുശേഷം നമ്മളുടെ അടിസ്ഥാനപരമായ ജനന തീയതിയും സമയവും വെച്ച് ജാതകം, ഗ്രഹനില ഇവയൊക്കെ കണക്കാക്കി നമ്മളുടെ ഗ്രഹനിലയിൽ ഇപ്പോൾ ഏത് ദശ അപഹാര കാലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ജനന സമയത്ത് ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി എപ്രകാരമാണ് എന്നൊക്കെ കണക്കാക്കുന്നത് വളരെ നല്ലതാണ്. അതിനനുസരിച്ച് ഇപ്പോഴുള്ള തൽക്കാല ഗ്രഹസ്ഥിതിയുടെ പരിഹാരം തീരുമാനിക്കാവുന്നതാണ്. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തി, നീല പുഷ്പങ്ങളെ കൊണ്ട് മാല ചാർത്തി, നീല ഉടയാട സമർപ്പിച്ച് എള്ളു പായസം, പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്തു പോരുന്നത് വളരെ ഗുണം ചെയ്യും. പൂയം നാളിൻ്റെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് ഇന്ദ്രനീലം അഥവാ ബ്ലൂ സഫയർ ആണ്. ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഇന്ദ്രനീലം സെലക്ട് ചെയ്ത് വാങ്ങിച്ച് അത് വെള്ളി മോതിരത്തിലാക്കി വലത് കൈയുടെ മോതിരവിരലിൽ ധരിക്കുന്നത് പൊതുവെ ഗുണം ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം ജാതകപ്രകാരം ഇപ്പോഴുള്ള ദശാകാലങ്ങളുടെ പരിഹാരം പ്രത്യേകം മനസ്സിലാക്കി അത് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരം. ആയില്യം നാളിൻ്റെ പൊതുവായ ഗുണദോഷ സ്ഥിതികളും പ്രത്യേകതകളും പറയുമ്പോൾ, ആയില്യം നാളിൻ്റെ അധിപഗ്രഹം ബുധനാണ്. ആയില്യം നാളുകാർ ജനിക്കുന്നത് ബുധദശയിലാണ്. തുടർന്ന് കേതുദശ, ശുക്രദശ, പിന്നെ ആദിത്യദശ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ഇങ്ങനെ മുമ്പോട്ട് പോകും. ഒരു ആയില്യംകാരൻ്റെ കാര്യം നോക്കുമ്പോൾ ആയില്യം നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അയാളുടെ ജനനശിഷ്ടം വരുന്ന ബുധദശാകാലം എത്ര കാലം ഉണ്ടെന്ന് ഗണിച്ച് മനസ്സിലാക്കാം. അങ്ങനെ നക്ഷത്ര ശിഷ്ടദശ എത്രയുണ്ടെന്നറിഞ്ഞാൽ ഏത് പ്രായത്തിലാണ് ബുധൻ കഴിഞ്ഞ് കേതു വരുന്നതെന്ന് മനസ്സിലാക്കാം. ആയില്യം നാളുകാർക്ക് ആരംഭത്തിൽ വരുന്ന അത്ര അനുകൂലമല്ലാത്ത ദശാകാലം ഈ കേതുവിൻ്റേതാണ്. കേതുവിൽ രോഗങ്ങൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, വീഴ്ച, പരുക്ക്, അതോടൊപ്പം പഠനകാര്യങ്ങളിൽ ഒരു പൂർണ്ണ പ്രയോജനമില്ലാതെ വരിക, മന്ദത, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാം. പകർച്ച വ്യാധികൾ വരാം. കേതുദശ കഴിയുന്നത് വരെ പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളുടെ കാര്യം നിങ്ങളുടെ യഥാർത്ഥ ജനന തീയതിയും സമയവും അനുസരിച്ച് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയും ദശാകാലവും കണ്ടെത്തി നിങ്ങൾക്ക് കേതുദശ ഏത് പ്രായം മുതൽ ഏത് ഘട്ടം വരെയാണെന്ന് അറിഞ്ഞ് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഈ കേതുദശ കഴിഞ്ഞ് യൗവനഘട്ടത്തിൽ വരുന്നത് പിന്നീട് ശുക്രദശയാണ്. അത് പൊതുവെ വളരെ നല്ലതായിരിക്കും. വിദ്യാഗുണം, അനുഭവ നേട്ടങ്ങൾ ഇതെല്ലാം ഉണ്ടാകും. തുടർന്ന് വരുന്ന ആദിത്യദശ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതും ചന്ദ്രദശയും ചൊവ്വാദശയും ഒക്കെ പൊതുവെ അനുകൂലവുമായിരിക്കും. ചൊവ്വയുടെ മധ്യം കഴിഞ്ഞ് അത്ര ഗുണമില്ലാത്ത സ്ഥിതിയും രാഹുവിൻ്റെ ആരംഭഘട്ടം അനുകൂലമല്ലാത്ത സ്ഥിതിയും ആകാം. നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതിയും ജാതകസ്ഥിതിയും പരിശോധിച്ച് അതിനനുസരിച്ച് നമുക്ക് ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. കേതുവിൻ്റെ ദോഷങ്ങൾക്കും തുടർന്നുള്ള ജാതക ദോഷങ്ങൾക്കുമൊക്കെ പൊതുവായ പരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക്, ചുമന്ന പുഷ്പമാല, കടുംബായുസം, പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്താവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ വലിയ ഭഗവതി സേവ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ തൊഴിൽ സംബന്ധമായ നഷ്ടങ്ങളോ കാര്യപരാജയങ്ങളോ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ജാതകത്തിൽ കേതു എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്
പ്രത്യേകം പരിശോധന നടത്തി തീരുമാനമെടുക്കേണ്ടതായിട്ട് വന്നേക്കാം. കൂടാതെ ആയില്യം നാളിൻ്റെ ജന്മനക്ഷത്ര കല്ല് മരതകമാണ്. ഈ മരതക കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നതും വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് മഹാസുദർശന യന്ത്രം വിധിപ്രകാരം എഴുതി പൂജ ചെയ്ത് ദേഹത്ത് ധരിക്കുന്നതും ഒരുപാട് ഗുണങ്ങൾക്ക് കാരണമാകും. മകം നാളിൻ്റെ ഗുണദോഷ ഭാവങ്ങളും പ്രത്യേകതകളും അവസ്ഥകളുമൊക്കെ നമ്മൾ കണക്കിലെടുക്കുകയാണ്. മകം നാളുകാരെല്ലാം കേതു ദശയിലാണ് ജനിക്കുന്നത്. കേതു ദശ പൊതുവെ 7 വർഷമാണ്. നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ജനനശിഷ്ടം എത്ര കാലം കേതു ദശ ബാക്കിയുണ്ടാകുമെന്ന് കണക്കാക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ശുക്രദശയും അതിനെ തുടർന്ന് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു തുടങ്ങിയ ദശാകാലങ്ങളുമാണ് വരുന്നത്. മകം നക്ഷത്രം ചിങ്ങക്കൂറിൽ വരുന്നതാകയാൽ ആ ചിങ്ങക്കൂറിൻ്റെ 6ാം ഭാവം വരുന്നത് മകരക്കൂറാണ്, 7ാം ഭാവം വരുന്നത് കുംഭക്കൂറാണ്. 6ഉം 7ഉം ഭാവങ്ങളുടെ ആധിപത്യം വരുന്ന ശനിഗ്രഹം ഈ മകം നാളുകാർക്ക് ഒട്ടും അനുകൂലമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കണ്ടകശനി, 7ര ശനി തുടങ്ങിയ ദോഷങ്ങൾ മകം നാളുകാർക്ക് കുറച്ച് അധികമായിട്ട് ബാധിച്ചേക്കാം. പഠനകാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തടസ്സപ്പെട്ടു പോവുക, ജോലിക്കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഇരിക്കുക, സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഉദ്ദേശിക്കുന്നതിനെല്ലാം തടസ്സം, പല വിധത്തിലുള്ള മനപ്രയാസങ്ങൾ, ഇങ്ങനെയെല്ലാം തന്നെ ഈ ശനിയുടെ ദോഷങ്ങൾ മകം നാളുകാർക്ക് അനുഭവപ്പെടാം. മധ്യപ്രായം എത്തുകയോ അത് കഴിയുകയോ ചെയ്തവർക്ക് പലതരത്തിലുള്ള ശാരീരിക വിഷമതകളും പ്രയാസങ്ങളും ഇതോടൊപ്പം വന്നു ചേരാൻ ഇടയുണ്ട്. അപ്പം ഇതിനെല്ലാം പരിഹാരമായിട്ട് സാമാന്യമായിട്ട് ശാസ്താവിന് നെയ്വിളക്ക്, പുഷ്പമാല, കറുത്ത പട്ട് ഉടയാട ചാർത്തി, കടുംപായസ നിവേദ്യം സമർപ്പിച്ച് പുഷ്പാഞ്ജലി ഇതൊക്കെ വളരെ ഗുണം ചെയ്യും. നീരാഞ്ജനവും നടത്താവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ ശാസ്ത്രസൂക്ത പൂജ എന്നുള്ള പ്രത്യേക കർമ്മം ചെയ്യുന്നതും വളരെ പ്രയോജനം ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് കുടുംബപരമായ ക്ഷേത്രങ്ങളോ കാവുകളോ വച്ച ആരാധനകളോ ഉണ്ടെങ്കിൽ അവയുടെ പ്രത്യേകതകൾ ശരിയായ രീതിയിൽ രാശിചിന്ത ചെയ്ത് മനസ്സിലാക്കി ഉചിതമായ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ ക്ലേശങ്ങളോ ധനനഷ്ടങ്ങൾ, മനപ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പ്രത്യേകമായി പരിശോധന ചെയ്ത് ശരിയായ പ്രതിവിധി കാണേണ്ടതുമാണ്. അപ്പോൾ സമ്പൂർണവും സമഗ്രവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുന്നതാണ് ഏറ്റവും നല്ലത്. വൈഡൂര്യം എന്ന രത്നക്കല്ല് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അതോടൊപ്പം മഹാമൃത്യുഞ്ജയ യന്ത്രം വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത് അത് ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യും. പൂരം നാളുകാരുടെ സാമാന്യമായ അവസ്ഥകളും പ്രത്യേകതകളും ഗുണദോഷ സ്ഥിതികളും നമ്മൾ ചിന്തിക്കുകയാണ്. പൂരം നക്ഷത്രത്തിൻ്റെ അധിപഗ്രഹമെന്ന് പറയുന്നത് ശുക്രനാണ്. പൂരം നാളുകാരെല്ലാം ജനിക്കുന്നത് ശുക്രദശയിലാണ്. തുടർന്ന് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹു, വ്യാഴം ഇങ്ങനെ കടന്നു വരുന്നു. ഒരു പൂരം നാളുകാരൻ്റെ കാര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് ജനിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ച് ജനനശിഷ്ടം ശുക്രദശ എത്ര കാലമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവിടുന്ന് അങ്ങോട്ട് ആദിത്യാദി മറ്റ് ദശാകാലങ്ങളുടെ ക്രമവും നമുക്ക് അറിയാനാകും. അപ്പോൾ ഈ ആദിത്യദശ വരുന്നതും ആദിത്യദശ കഴിഞ്ഞ് ചന്ദ്രനും കഴിഞ്ഞ് ചൊവ്വാദശ വരുന്നതും ഒന്നും അത്ര ഗുണകരമല്ല. ചൊവ്വായ്ക്ക് ശേഷം വരുന്ന രാഹുവും ദോഷകരമാണ്. ആദിത്യദശയിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകാം. പൊതുവെ ആകെ ഒരു സ്വസ്ഥതക്കുറവ് വരാം. പഠനകാര്യങ്ങളിലും ഒരു മന്ദഗതി, ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പുരോഗതി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം. പിന്നീട് വരുന്ന ചന്ദ്രദശ പൊതുവെ നല്ലതാണ്. തുടർന്ന് വരുന്ന ചൊവ്വാദശയിലും
മനസ്സിന് സ്വസ്ഥതക്കുറവ്, പലതരത്തിലുള്ള ക്ലേശങ്ങൾ, വീഴ്ചകളോ പരിക്കുകളോ അനുഭവപ്പെടുക, ഇങ്ങനെ പല പ്രതികൂല സാഹചര്യങ്ങളും വരാം. ചന്ദ്രദശയിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടായതിന് ശേഷമായിരിക്കും ഇതെല്ലാം വരിക. അപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകളോ തൊഴിൽപരമായ വിഷമങ്ങളോ ധനനഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഇങ്ങനെയുള്ള പ്രത്യേക അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹനില പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് അതിനനുസരിച്ച് വേണം പ്രതിവിധി ചെയ്യേണ്ടത്. പൊതുവെ നിങ്ങൾ മഹാത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം വെൺപത്മരാഗം എന്ന കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നതാണ്. നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും നെയ്വിളക്ക്, വെളുത്ത പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല, പായസം, പുഷ്പാഞ്ജലി ഇവയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. സ്വന്തം കുടുംബത്തിൽ വലിയ ഭഗവതി സേവ ചെയ്താൽ വളരെ ഉത്തമം. ഉത്തരം നാളിൻ്റെ പ്രത്യേകതകൾ, സവിശേഷ കാര്യങ്ങൾ, അവസ്ഥകൾ, ഗതിവിഗതികൾ, ഗുണദോഷ സ്ഥിതികളൊക്കെ ഇതൊന്ന് എടുത്തു നോക്കാം. ആദിത്യനാണ് നക്ഷത്രാധിപ ഗ്രഹം. ആദിത്യ ദശയിലാണ് എല്ലാ ഉത്തരംകാരും ജനിക്കുക. ഈ ഉത്തരം നാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നിട്ട് ജനനം ഉണ്ടാകുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ജനന ശിഷ്ടം ആദിത്യ ദശ എത്ര കാലം ബാക്കിയുണ്ട് എന്നറിയാം. തുടർന്ന് ചന്ദ്രദശ, ചൊവ്വാദശ, രാഹു ഇതൊക്കെ ഏതേത് കാലഘട്ടങ്ങളിലൂടെയാണ് വന്നു ചേരുന്നതെന്നും അറിയാനായിട്ട് കഴിയും. അങ്ങനെ ദശാകാലങ്ങൾ മനസ്സിലാക്കുക. ഈ ആദിത്യദശയിലുള്ള ജനനം വലിയ ദോഷകരമല്ലെങ്കിലും സ്വസ്ഥതക്കുറവുകൾ ഉണ്ടാകും. തീരെ ശൈശവത്തിൽ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ പലപ്പോഴും ഉണ്ടാകാം. തുടർന്ന് വരുന്ന ചന്ദ്രദശ പൊതുവെ നല്ലതായിരിക്കും. എന്നാൽ പിന്നീട് വരുന്ന ചൊവ്വാദശ അത്ര അനുകൂലമായിരിക്കുകയില്ല. ഇപ്പം നിങ്ങൾക്ക് ശാരീരിക പ്രയാസങ്ങൾ, പഠനകാര്യങ്ങളിൽ ഉദ്ദേശിച്ച പുരോഗതി കിട്ടാതിരിക്കുക, വീഴ്ച, പരിക്കുകൾ, പലതരത്തിലുള്ള മനക്ലേശങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പുരോഗതി ഉണ്ടാകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ജാതകമുണ്ടാക്കി പരിശോധിക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലാ വിഷമങ്ങളിൽ നിന്നും മാറുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച തോറും ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്കും ചുവന്ന പുഷ്പമാലയും പായസവും പുഷ്പാഞ്ജലിയും നടത്തുന്നത് നന്നായിരിക്കും. നിങ്ങൾ മാണിക്യം എന്ന് പറയുന്ന കല്ല്, റൂബി, അത് മോതിരത്തിലാക്കി വലത്തെ കയ്യിൽ ധരിക്കുന്നത് പൊതുവെ ഗുണം ചെയ്യും. ശ്രദ്ധാപൂർവം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധരിക്കേണ്ടത്. അതോടൊപ്പം ഗുണനിലവാരമുള്ള റൂബി കല്ല് തന്നെ വാങ്ങിച്ച് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെല്ലാം പുറമെ നിങ്ങൾ മഹാശൂലിനി യന്ത്രം വിധിപ്രകാരം എഴുതി പൂജ ചെയ്ത് ധരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. കുടുംബക്കാവുകളോ ക്ഷേത്രങ്ങളോ ഉള്ളയാളാണെങ്കിൽ അവിടെ ശരിയായി ദൈവാധീനമൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി കാലാകാലങ്ങളിൽ വേണ്ട പൂജാകർമ്മങ്ങൾ ചെയ്തു പോകണം. അത്തം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും അവസ്ഥകളും സവിശേഷതകളും ഗുണദോഷ സ്ഥിതികളുമൊക്കെ ഒന്ന് നോക്കാം. ചന്ദ്രനാണ് അത്തം നാളിൻ്റെ അധിപഗ്രഹം. എല്ലാ അത്തംകാരും ചന്ദ്രദശയിൽ ജനിക്കുന്നു. തുടർന്ന് ചൊവ്വാദശ, രാഹുദശ, വ്യാഴം, ശനി, ഇങ്ങനെയാണ് ദശാകാലങ്ങളുടെ വരവ്. നാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നിട്ട് ജനിക്കുന്നു എന്നത് ആശ്രയിച്ച് നക്ഷത്ര ശിഷ്ടം ചന്ദ്രദശ എത്ര കാലമുണ്ടെന്ന് കണ്ടുപിടിച്ച് തുടർന്ന് വരുന്ന ദശാകാലങ്ങളുടെ പ്രായം ഏതാണെന്നൊക്കെ അറിയേണ്ടതാണ്. ഈ ചൊവ്വാദശ അത്ര നല്ലതായിരിക്കുകയില്ല. നിങ്ങൾക്ക് ആ സമയത്ത് വീഴ്ചകളോ പ്രയാസങ്ങളോ ശാരീരിക അസ്വസ്ഥതകൾ, പകർച്ചവ്യാധികൾ, പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കി പരിശോധിക്കേണ്ടതാണ്.
ചൊവ്വയുടെ ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്കും ചുവന്ന പട്ടുടയാട ചാർത്തി ചുവന്ന പുഷ്പമാല സമർപ്പിച്ച് കടുംബായുസവും പുഷ്പാഞ്ജലിയും നടത്തേണ്ടതാണ്. അങ്ങനെ ഒരു 3 ചൊവ്വാഴ്ച ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തം ഗൃഹത്തിൽ വെച്ച് ശക്തി പൂജ നടത്താവുന്നതുമാണ്. ഭഗവതിയെ ശക്തിവിധിപ്രകാരം വീട്ടിൽ കളം വരച്ച് പൂജിക്കുന്നത് വളരെ നല്ലതാണ്. ചുവന്ന പവിഴക്കല്ല് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ളത് നോക്കി വാങ്ങി മോതിരവിരലിൽ ധരിക്കുന്നത് പ്രയോജനം ചെയ്യും. നിങ്ങൾ അതിവിശിഷ്ടമായിട്ടുള്ള ദുർഗാ ശാന്തി യന്ത്രം എഴുതി തയ്യാറാക്കി പൂജ ചെയ്ത് ധരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് കുടുംബപരമായിട്ട് കാവുകളോ ക്ഷേത്രങ്ങളോ മറ്റു വെച്ചാരാധനകളോ ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാണോ എന്ന് ഒരു രാശി വെച്ച് നോക്കി വസ്തുതകൾ അറിഞ്ഞ് മുടക്കം കൂടാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നതും വളരെയധികം പ്രയോജനം ചെയ്യും. ഇതെല്ലാം തന്നെ വ്യക്തിപരമായി നിങ്ങളുടെ ഗ്രഹനില തയ്യാറാക്കിയിട്ട് ഉചിതമായിട്ട് കാണുന്നത് ചെയ്യുക. ചിത്തിര നാളിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ചൊവ്വാദശയിലാണ് ചിത്തിര നാളുകാരെല്ലാം ജനിക്കുന്നത്. തുടർന്ന് രാഹു, വ്യാഴം, ശനി, ബുധൻ ഇങ്ങനെ ദശാകാലങ്ങൾ മുമ്പോട്ട് പോകുന്നു. നാള് തുടങ്ങി എത്ര നാഴിക വിനാഴികയ്ക്ക് ജനിക്കുന്നു എന്നത് ആശ്രയിച്ച് നക്ഷത്ര ശിഷ്ടം ചൊവ്വാദശ എത്ര കാലമുണ്ടെന്ന് അറിയാവുന്നതാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ രാഹുദശ തുടങ്ങുന്നതും തീരുന്നതുമായ പ്രായം, മറ്റ് ദശാകാലങ്ങളുടെ ഘട്ടങ്ങൾ, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം. നിങ്ങൾക്ക് രാഹുദശയിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശാരീരിക വിഷമതകൾക്ക് സാധ്യതയുണ്ട്. വീഴ്ചകളോ പരിക്കുകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുക, ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം പിടിക്കാതെ വന്നിട്ട് ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് കടുത്ത മനക്ലേശങ്ങൾ, അഭിപ്രായ ഭിന്നതകളിൽ നിന്നും കുടുംബത്തിനുള്ളിൽ ഉണ്ടാകുന്ന മനോവിഷമങ്ങൾ ഇത് വന്നു ചേരാം. മറ്റു ചിലർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഇതാണ് വരാൻ സാധ്യത. പലതരത്തിലുള്ള വിഷമം ഈ രാഹുവിൻ്റെ ദശാകാലത്ത് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന തീയതി, സമയം ഇതിനനുസരിച്ച് ഗ്രഹനില തയ്യാർ ചെയ്ത് ആ ഗ്രഹനിലയിലെ രാഹുകേതു സ്ഥിതി കൂടി പരിശോധിച്ച് വേണ്ട പരിഹാരം ചെയ്യേണ്ടതാണ്. പൊതുവായി പറഞ്ഞാൽ നാഗക്ഷേത്രത്തിൽ നോറും പാലും വഴിപാടൊക്കെ നടത്തുന്നത് ഗുണം ചെയ്യും. ശിവന് ധാര, വെള്ളനിവേദ്യം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഇതൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് കുടുംബപരമായിട്ട് കാവുകളോ മറ്റ് വെച്ചാരാധന സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥകളൊക്കെ ശരിയായി രാശി ചിന്തിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉചിതമായിട്ടുള്ള പ്രതിവിധി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചുവന്ന പവിഴക്കല്ല് ഏറ്റവും നല്ല രീതിയിൽ ഗുണനിലവാരമുള്ളത് വാങ്ങി വെള്ളി മോതിരത്തിലാക്കി ധരിക്കണം. പിന്നെ അതോടൊപ്പം പ്രധാനമായിട്ട് ശിവപഞ്ചാക്ഷരി യന്ത്രം വിധിപ്രകാരം പൂജ ചെയ്ത് ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ചോതിനാളിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇനി പറയുന്നത്. ചോതിനാളുകാരെല്ലാം ജനിക്കുന്നത് രാഹു ദശയിലാണ്. നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് രാഹുവാണ്. നക്ഷത്രാരംഭം എത്ര നാഴിക വിനാഴിക ചെന്നു എന്ന് കണക്കാക്കി അതിൻ പ്രകാരം ശിഷ്ടദശ രാഹുവിൻ്റേത് എത്ര കാലമുണ്ടെന്ന് അറിയേണ്ടതാണ് ആദ്യത്തെ പ്രധാന കാര്യം. തുടർന്ന് ജനനശിഷ്ടം നിങ്ങളെ രാഹു എത്ര കാലം സ്വാധീനിക്കുന്നു, പിന്നീട് വരുന്ന വ്യാഴദശയുടെ പ്രായമേത്, അനന്തരം വരുന്ന ശനിദശയുടെ ഘട്ടമേത്, ഇതൊക്കെ അറിയാനായിട്ട് പറ്റും. ശൈശവകാല ക്ലേശങ്ങൾ കുറച്ച് കൂടുതലായിരിക്കാം. ജനനം രാഹുദശയിലായതുകൊണ്ട് ശൈശവ ക്ലേശങ്ങളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒരല്പം കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാം. ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് വരുന്നത് വ്യാഴദശ ആയതുകൊണ്ട് വലിയ ക്ലേശങ്ങൾക്ക് സാധ്യത കുറവാണ്. എങ്കിലും സാമാന്യമായിട്ട് ശ്രദ്ധിച്ചു പോരുക.
പിന്നീട് വരുന്നത് ശനിദശാകാലമാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സവും കാര്യപരാജയങ്ങളും മന്ദഗതിയും ബുദ്ധിമുട്ടും ധനനഷ്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില തയ്യാർ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജാതകത്തിൻ്റെ പ്രത്യേകതകൾ ഇപ്രകാരം കണക്കാക്കി അതിനനുസരിച്ചുള്ള പ്രതിവിധി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഗുണകരം. പൊതുവായ രീതിയിൽ പറയുകയാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഒരു ക്ഷീരധാര നടത്തുന്നത് പ്രയോജനം ചെയ്യും. അതോടൊപ്പം ഗോമേതക കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നതും പ്രയോജനകരമാണ്. അതിലൊക്കെ പ്രത്യേകതയായിട്ട് മഹാദുർഗാ യന്ത്രം വിധിപ്രകാരം എഴുതി പൂജ ചെയ്ത് ദേഹരക്ഷ ചെയ്ത് ധരിക്കുന്നത് എല്ലാം കൊണ്ടും വളരെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിശാഖം നാളിൻ്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാ വിശാഖം നാളുകാരും വ്യാഴദശയിലാണ് ജനിക്കുന്നത്. നക്ഷത്രാധിപൻ വ്യാഴമാണ്. അപ്പം അങ്ങനെ ജനന ശിഷ്ടം വ്യാഴദശ എത്ര കാലമുണ്ട് എന്ന് വിധിപ്രകാരം കണക്കാക്കി നോക്കണം. വിശാഖം നാൾ തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോൾ ജനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചത് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ വ്യാഴം കഴിഞ്ഞ് വരുന്ന ശനിദശ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്, പിന്നെ വരുന്ന ബുധൻ, കേതു തുടങ്ങിയ ദശാകാലങ്ങളുടെയൊക്കെ സന്ദർഭങ്ങൾ നമുക്കറിയാം. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വാധീനമനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയാണ്. ഈ വ്യാഴദശയെ തുടർന്ന് വരുന്നുള്ള ശനിദശയിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദഗതി അനുഭവപ്പെടുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതിയാണോ, സാമ്പത്തിക നഷ്ടം, മനക്ലേശം ഇതൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ചുള്ള ഗ്രഹനില തയ്യാർ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പരിശോധനയിൽ നിങ്ങളുടെ ദശാകാലങ്ങളുടെ കൃത്യമായ ഗതി അനുസരിച്ച് പരിഹാരം ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും നെയ്വിളക്ക്, തുളസിമാല, പാൽപ്പായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി ഇവ നടത്തുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം ഗോൾഡൻ ടോപ്പാസ് എന്ന കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് പ്രയോജനം ചെയ്യും. മഹാസുദർശന യന്ത്രം വിധിപ്രകാരം പൂജിച്ച് ധരിക്കുന്നത് നല്ലതാണ്. മഹാസുദർശന ഹോമം ഗൃഹത്തിൽ നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. അനിഴം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും അവസ്ഥകളും ഗുണദോഷ സ്ഥിതികളുമൊക്കെ നോക്കിയാൽ അനിഴം നക്ഷത്രാധിപൻ ശനിയാണ്. എല്ലാ അനിഴം നാളുകാരും ശനിദശയിൽ ജനിക്കുന്നു. അപ്പം ജനനശിഷ്ട ശനിദശ എത്ര കാലമുണ്ടെന്ന് കണ്ടുപിടിക്കണം. അനിഴം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് ജനനം എന്നതിനെ ആശ്രയിച്ചത് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശനിദശ ആരംഭത്തിൽ എത്ര വർഷമുണ്ടെന്നറിഞ്ഞ് അതിനുള്ള പ്രതിവിധി നമുക്ക് ചെയ്യാം. തുടർന്ന് ബുധൻ, കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ദശാകാലം യഥാക്രമം വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ജനനശിഷ്ടം ശനിദശയെ കൊണ്ടോ അല്ലെങ്കിൽ ശനിയുടെ ആധിപത്യത്തിൽ ജനിച്ചതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ എല്ലാ കാര്യങ്ങളിലും തടസ്സം, കാര്യപരാജയം, മന്ദഗതി, പല രീതിയിലുള്ള കടുത്ത മനപ്രയാസങ്ങൾ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ജനന തീയതി സമയവും അനുസരിച്ചുള്ള ഗ്രഹനില ഉണ്ടാക്കി അതിൻ പ്രകാരമുള്ള പ്രതിവിധികൾ ചെയ്യുകയാണ് വേണ്ടത്. പൊതുവായിട്ട് നമ്മൾ ശിവക്ഷേത്രത്തിൽ ഒരു ക്ഷീരധാര നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. മഹാമൃത്യുഞ്ജയ ഹോമം ഗൃഹത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം നമ്മൾ മൃത്യുഞ്ജയ യന്ത്രമെഴുതി ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇന്ദ്രനീല കല്ല് വിധിപ്രകാരം മോതിരവിരലിൽ ധരിക്കുന്നതും വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്.
തൃക്കേട്ട നാളിൻ്റെ പ്രത്യേകതകളും അവസ്ഥകളും ഗുണദോഷ സ്ഥിതികളും കണക്കിലെടുക്കുമ്പോൾ നക്ഷത്രാധിപൻ ബുധനാണ്. എല്ലാ കേട്ട നാളുകാരും ബുധദശയിൽ ജനിക്കുന്നു. ബുധദശയെ തുടർന്ന് കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു ഇങ്ങനെയുള്ള ദശാകാലങ്ങൾ തുടർന്ന് വരികയാണ്. നിങ്ങൾ നാള് തുടങ്ങി എത്ര നാഴിക വിനാഴികയ്ക്കാണ് ജനിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ച് ശിഷ്ട ബുധദശാകാലം എത്ര വർഷം മാസം ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുള്ള ദശാകാലങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് വരുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സം, തീവ്രമായ മനപ്രയാസങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പകർച്ചവ്യാധികൾ, ധനനഷ്ടങ്ങൾ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ജാതകം തയ്യാറാക്കി പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, നാരങ്ങാമാല, മോദകം നിവേദ്യം, മുക്കുറ്റി പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് പൊതുവെ നല്ലതാണ്. അതോടൊപ്പം സിദ്ധിവിനായക കലശം എന്ന് പറയുന്ന ചടങ്ങ് വീട്ടിൽ നടത്തുന്നതും വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എമറാൾഡ് അഥവാ മരതക കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് പ്രയോജനം ചെയ്യും. നമ്മളുടെ സമഗ്രവും സമ്പൂർണവുമായ ഗ്രഹനില തയ്യാറാക്കി അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത്. മൂലം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കണക്കിലെടുക്കാം. മൂലം നാളുകാരുടെ ജന്മനക്ഷത്ര അധിപഗ്രഹം കേതുവാണ്. എല്ലാ മൂലം നാളുകാരും ജനിക്കുന്നത് കേതു ദശയിലാണ്. കേതു ദശയെ തുടർന്ന് ശുക്രൻ, പിന്നീട് സൂര്യദശ, ചന്ദ്രൻ, ചൊവ്വ, രാഹു ഇങ്ങനെയാണ് ദശാകാലങ്ങൾ പോകുന്നത്. ഈ കേതു ദശയിൽ നിങ്ങൾ നാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോൾ ജനിച്ചു എന്ന് കണക്കാക്കി അതിനനുസരിച്ച് ശിഷ്ടദശ കേതു എത്ര കാലമുണ്ടെന്ന് അറിയേണ്ടതാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശുക്രദശ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്, ആദിത്യദശയുടെ കാലം, ചന്ദ്രൻ്റെ കാലം, ഇതെല്ലാം അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? നമ്മൾ വളരെ ക്ലേശിച്ചു പരിശ്രമിച്ചാൽ പോലും ഒരു കാര്യം നടക്കാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ജാതകമുണ്ടാക്കി പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ ഇപ്രകാരം വിശദമായ ജാതക പരിശോധനയിലൂടെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റു വെച്ചാരാധനകളോ ഉണ്ടോ എന്നറിയണം. കുടുംബപരമായ പൂർവിക അനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ തുടരാനായിട്ട് നിങ്ങൾക്ക് കഴിയേണ്ടതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് വൈഡൂര്യമാണ്. ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള വൈഡൂര്യ കല്ല് വാങ്ങിച്ചിട്ട് അത് വെള്ളി മോതിരത്തിലാക്കി നിങ്ങൾ വിധിപ്രകാരം ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നെ ഈ മൂലം നാളുകാര് സിദ്ധിവിനായക പൂജ ഗൃഹത്തിൽ നടത്തുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങൾ മഹാഗണേശ യന്ത്രം വിധിപ്രകാരം എഴുതി ദേഹധാരണം ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. മൂലം നക്ഷത്രക്കാർ അവരവരുടെ ഗൃഹം വാസ്തുശാസ്ത്രപരമായി പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. കുടുംബ ഭരദേവതാ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആരാധനകളും ഉപാസനകളും വിധിപ്രകാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കി പരിശോധിച്ച് വേണ്ടത് ചെയ്യുക. പൂരാടം നാളിൻ്റെ പ്രത്യേകതകളും അവസ്ഥകളും ഗുണദോഷ സ്ഥിതികളും
പരിഗണിക്കുകയാണ്. ശുക്രനാണ് നക്ഷത്രത്തിൻ്റെ അധിപൻ. ശുക്രദശയിലാണ് എല്ലാ പൂരാടംകാരുടെയും ജനനം. പിന്നീട് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വ, രാഹു, വ്യാഴം ഇങ്ങനെ പോകുന്നു. വിധിപ്രകാരം കണക്കാക്കി നിങ്ങളുടെ ജനനശിഷ്ടം ശുക്രദശ എത്രയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ദശാകാലങ്ങളുടെ പ്രത്യേകതകളൊക്കെ അറിയാനായിട്ട് കഴിയും. ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന സ്ഥാനം ഗുണകരമല്ലെങ്കിൽ ശുക്രദശ പോലും ചിലപ്പോൾ വിപരീതമായേക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സമോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യപരാജയങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതി, സമയം ഇതിന് അനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കി അത് പ്രകാരമുള്ള പ്രതിവിധികൾ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ആദിത്യദശയിൽ അസ്വസ്ഥതകൾ, ശാരീരിക ക്ലേശങ്ങൾ, പകർച്ചവ്യാധികൾ ഇതൊക്കെ വരാം. തുടർന്ന് വരുന്ന ചന്ദ്രദശ ഗുണകരമാണെങ്കിൽ ഉന്നത വിദ്യാഗുണം, കാര്യവിജയം, ഒട്ടേറെ നേട്ടങ്ങൾ ഇതൊക്കെ വരാം. പിന്നീടുള്ള ചൊവ്വാദശയിൽ ചൊവ്വ അനുകൂലമാണെങ്കിൽ വലിയ ലക്ഷ്യപ്രാപ്തി, തൊഴിൽപരമായ നേട്ടങ്ങൾ, അഭിവൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് വരും. പിന്നീട് വരുന്ന രാഹു ദശയും ഗുണദോഷ സമ്മിശ്രമാകാം. രാഹു സ്ഥാനം കൊണ്ട് ദോഷമാണെങ്കിൽ ശാരീരിക ക്ലേശങ്ങൾ, കടുത്ത മനപ്രയാസങ്ങൾ, പലവിധ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സൂക്ഷ്മമായ ജാതകമനുസരിച്ചുള്ള പ്രതിവിധി ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക്, വെളുത്ത പുഷ്പങ്ങളെ കൊണ്ട് മാല ചാർത്തി, നെയ്പായസ നിവേദ്യം, പുഷ്പാഞ്ജലി, ഈ വഴിപാടുകൾ ഒരു 3 വെള്ളിയാഴ്ച ചെയ്യുന്നത് നല്ലതാണ്. സ്വന്തം ഗൃഹത്തിൽ വലിയ ഭഗവതി സേവ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. ഡയമണ്ട് അഥവാ വജ്രക്കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നതും ഗുണകരമാണ്. അതോടൊപ്പം മഹാശൂലിനി യന്ത്രം വിധിപ്രകാരം പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നതും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നമ്മൾ പരിഗണിക്കുകയാണ്. ഗുണദോഷങ്ങൾ, അവസ്ഥകൾ ഇതെല്ലാം എടുക്കുമ്പോൾ ആദിത്യനാണ് നക്ഷത്രനാഥൻ. എല്ലാ ഉത്രാടംകാരും ആദിത്യ ദശയിൽ ജനിക്കുന്നു. ഈ സൂര്യദശയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി തുടങ്ങിയ ദശകൾ ക്രമേണ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ആരംഭത്തിൽ വളരെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടോ? പല വിധത്തിലുള്ള പകർച്ചവ്യാധികളോ പ്രയാസങ്ങളോ അനുഭവപ്പെടുന്നുണ്ടോ? പഠനകാര്യങ്ങളിൽ ഒരു ഉത്സാഹമില്ലാതിരിക്കുന്നുണ്ടോ? മന്ദഗതി അനുഭവപ്പെടുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ ജനിച്ച തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹനില ഉണ്ടാക്കി വേണ്ട പ്രതിവിധികൾ കണ്ടെത്തേണ്ടതാണ്. സാമാന്യമായിട്ട് ചിന്തിക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ ജലധാര ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. ആദിത്യ ഹൃദയ സ്തോത്രം പതിവായി ചൊല്ലുന്നതും വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം ആദിത്യ ഹൃദയം എന്ന യന്ത്രം എഴുതി പൂജ ചെയ്ത് ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സവും കാര്യപരാജയങ്ങളും മനക്ലേശങ്ങളും ധനനഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വ്യക്തമായും സൂക്ഷ്മമായ രാശി ചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് യാത്രാക്ലേശം, അലച്ചിൽ, ധനനഷ്ടങ്ങൾ, പല വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിശദമായ ഗ്രഹസ്ഥിതി പരിശോധന നടത്തി ഉചിത പ്രതിവിധികൾ കാണേണ്ടതാണ്. തിരുവോണം നാളിൻ്റെ അധിപഗ്രഹം വരുന്നത് ചന്ദ്രനാണ്. ചന്ദ്രദശയിൽ തിരുവോണം നാളുകാർ ജനിക്കുന്നു. എത്ര നാഴിക വിനാഴിക ആ നാളിൽ ചെന്നിട്ടാണ് ജനിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച്
നക്ഷത്രശിഷ്ടം ചന്ദ്രദശ എത്ര കാലം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നീട് ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ തുടങ്ങിയ ദശകളാണ് വരുന്നത്. ഈ ദശാകാലങ്ങൾ ഓരോന്നും നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ആരംഭഘട്ടം കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയോ പഠന സംബന്ധമായ കാര്യങ്ങളിൽ മന്ദഗതി അനുഭവപ്പെടുകയോ യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാവുകയോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആരംഭകാല ദശകൾ ഗുണകരമല്ല എന്ന് കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കി പരിശോധിച്ച് മുമ്പോട്ട് പോകണം. സാമാന്യമായിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ 3 ഇളനീരുകൊണ്ട് അഭിഷേകം ചെയ്ത് ചുവന്ന പുഷ്പമാല ചാർത്തി കടുംപായസ നിവേദ്യവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ നല്ല ഒരു പ്രതിവിധിയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഗൃഹത്തിൽ ശാന്തി ദുർഗ പൂജ നടത്തുന്നതും വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബപരമായ കാവുകളോ മറ്റു വെച്ചാരാധനാ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അത് വിശദമായിട്ട് താമ്പൂല രാശി പരിശോധിച്ച് അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഗൃഹം വാസ്തുശാസ്ത്രപരമായി പരിശോധിപ്പിച്ച് വേണ്ടത് ചെയ്യുന്നതും ഉത്തമമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യതടസ്സങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഫലം കാണാതിരിക്കുന്ന അവസ്ഥ, ധനനഷ്ടം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഗൃഹത്തിൽ ഒരു ഗണപതി ഹോമം, ഭഗവതി സേവ നിശ്ചയമായിട്ടും നടത്തുക. അതോടൊപ്പം നല്ല ഗുണനിലവാരമുള്ള മുത്ത് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് ഗുണം ചെയ്യും. വനദുർഗ യന്ത്രം എഴുതി ദേഹധാരണം ചെയ്യുന്നതും നല്ലതാണ്. അവിട്ടം നാളുകാർക്ക് പൊതുവായ സ്ഥിതി പറയുമ്പോൾ ചൊവ്വാദശയിലാണ് ജനനം. കുജനാണ് നക്ഷത്രാധിപൻ. ചൊവ്വാദശയെ തുടർന്ന് രാഹു, വ്യാഴം, ശനി, ബുധൻ തുടങ്ങിയ ദശാകാലങ്ങൾ യഥാക്രമം വരികയാണ്. ചൊവ്വാദശയിലുള്ള ജനനം പൂർണ്ണമായിട്ട് നല്ലതാകണമെന്നില്ല. ബാല്യാരിഷ്ടതകൾ കൂടുതലായിട്ട് ഉണ്ടാകാം. ശൈശവകാല അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യപരമായ പ്രയാസങ്ങൾ, ചെറിയ അസ്വസ്ഥതകൾ, മനപ്രയാസം കുടുംബത്തിൽ ഉണ്ടാകുക, ഇതിനൊക്കെ സാധ്യത ഉണ്ട്. തുടർന്ന് വരുന്ന രാഹുദശയും ഗുണകരമല്ല. വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, തൊഴിൽ നേടുന്നതിനുള്ള ശ്രമങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഒരു നല്ല ജോലി ലഭിക്കുന്നത് നീണ്ടുപോകുക, പലതരത്തിലുള്ള പരാജയങ്ങൾ, പ്രതിബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വ്യക്തമായി നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ജാതക പരിശോധന നടത്തേണ്ടതാണ്. അതിൻ പ്രകാരം പരിഹാരം കാണേണ്ടതാണ്. കുടുംബത്തിൽ കാവുകളോ മറ്റു വെച്ചാരാധനകളോ ഉണ്ടെങ്കിൽ അതിന് ശരിയായ ശ്രദ്ധ കൊടുത്ത് രാശി ചിന്തിച്ച് വേണ്ട പ്രതിവിധികൾ സമയാസമയങ്ങളിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചുവന്ന പവിഴക്കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് കൊണ്ട് വളരെ അധികം പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതോടൊപ്പം മഹാശൂലിനി യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മഹാശൂലിനി കലശം പൂജ ചെയ്ത് ഗൃഹരക്ഷ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. ചതയം നാളിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ രാഹുദശയിലാണ് ജനനം. നക്ഷത്രാധിപൻ രാഹുവാണ്. നാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്ന് ജനിക്കുന്നു എന്നതനുസരിച്ച് ശിഷ്ടദശ എത്രയുണ്ടെന്ന് കണക്കാക്കാവുന്നതാണ്. ശൈശവം രാഹുദശയിൽ വരുന്നത് കൊണ്ട് തന്നെ ശാരീരിക അസ്വസ്ഥതകൾ കൂടുതലായിട്ട് ചിലപ്പോൾ വരാം. പ്രത്യേകമായിട്ട് നന്നായി ശ്രദ്ധിച്ചാൽ മതിയാകും. രാഹുദശ കഴിഞ്ഞാൽ പിന്നീട് വ്യാഴദശയാണ്. അത് വലിയ ദോഷമുണ്ടാകാറില്ല. അതിനെ തുടർന്ന് വരുന്നത് ശനിദശാകാലമാണ്. അപ്പോൾ ശൈശവകാലത്ത് രാഹുദശ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 1 വയസ്സൊക്കെ ആകുന്ന മുറയ്ക്ക് ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ജലധാര,
വെള്ള നിവേദ്യം, പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്തു പോകുന്നത് പൊതുവെ കുട്ടിക്ക് വളരെ നല്ലതാണ്. തുടർന്ന് വരുന്ന കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകുന്നുണ്ടോ? വിദ്യാഭ്യാസത്തിന് ഉദ്ദേശിക്കുന്ന പുരോഗതി ഇല്ലാതിരിക്കുകയാണോ? വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽപരമായ കാര്യത്തിൽ മന്ദഗതി കാണുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജാതക പരിശോധന നടത്തണം. വ്യക്തിപരമായി ജനന തീയതിയും സമയവും വെച്ച് ഗ്രഹനില ഉണ്ടാക്കി പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും പരിപൂർണമായിട്ട് മാറുന്നതിന് നവഗ്രഹ ശാന്തി കലശം എന്ന കർമ്മം ഗൃഹത്തിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം, പായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അതോടൊപ്പം നിങ്ങൾ വളരെ അപൂർവമായിട്ടുള്ള വനദുർഗ യന്ത്രം എഴുതി ദേഹധാരണം നടത്തുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന എല്ലാവിധ ദോഷഭാവങ്ങൾക്കും പരിഹാരമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം ചുവന്ന പവിഴക്കല്ല് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ളത് നോക്കി വാങ്ങി വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള കാവുകളോ ക്ഷേത്രങ്ങളോ വെച്ചാരാധന സ്ഥാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീന സ്ഥിതിയൊക്കെ ശരിയായ വിധത്തിൽ പരിശോധിപ്പിച്ച് ഉചിത പ്രതിവിധി ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൂരുരുട്ടാതി നാളിൻ്റെ പൊതുവായ കാര്യങ്ങൾ പറയുമ്പോൾ വ്യാഴദശയിൽ ജനനം, വ്യാഴം നക്ഷത്രാധിപൻ, ജന്മശിഷ്ട ദശ വ്യാഴമായതുകൊണ്ട് പൊതുവെ ശൈശവകാല ക്ലേശങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. എന്നാൽ ജനിക്കുമ്പോൾ വ്യാഴം ഗ്രഹനിലയിൽ അത്ര അനുകൂലമല്ലെങ്കിൽ അതുണ്ടാവുകയും ചെയ്യാം. തുടർന്ന് വരുന്നത് ശനിദശയാണ്. അത് മിക്കവാറും ചെറുപ്പകാലഘട്ടത്തിൻ്റെ ആരംഭം ശനിദശയിലാണ് കടന്നു പോകാറുള്ളത്. നിങ്ങൾക്ക് ഈ കാലത്ത് കാര്യങ്ങളിൽ അമിതമായി തടസ്സമുണ്ടാകുന്നുണ്ടോ? പഠനകാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പുരോഗതി പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ലയോ? പഠനകാര്യങ്ങളിൽ പരാജയം അനുഭവപ്പെടുന്നുണ്ടോ? ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ കൂടുതൽ താമസം നേരിടുന്നുണ്ടോ? ജോലി ലഭിക്കാൻ കാലതാമസം വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൂക്ഷ്മമായ ജാതക പരിശോധന, ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള ഗ്രഹനില ഉണ്ടാക്കി പരിശോധിക്കുന്നത് നടത്തുക. പിന്നെ നിങ്ങളുടെ കുടുംബപരമായ ക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പരിശോധിച്ച് ആവശ്യമായത് ചെയ്യേണ്ടതാണ്. പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ ദോഷം മാറുന്നതിന് ശാസ്താവിന് നെയ്വിളക്ക്, നീരാഞ്ജനം, കറുത്ത പട്ടുടയാട ചാർത്തി, പായസം, പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. സ്വന്തം ഗ്രഹത്തിൽ മഹാമൃത്യുഞ്ജയ കലശം ചെയ്യുന്നതും ഗുണകരമാണ്. നിങ്ങൾ സമുദ്രനീലം എന്ന രത്നക്കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. നിങ്ങൾ തുടർന്നുള്ള ജീവിതത്തിൽ അമിതമായ കാലതാമസം, തടസ്സങ്ങൾ, കാര്യപരാജയം, സാമ്പത്തിക നഷ്ടങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ജാതക പരിശോധന നടത്തി മുമ്പോട്ട് പോകേണ്ടതാണ്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിശദമായി പഠിച്ച് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനിദശയിലാണ് ഉത്രട്ടാതി നാളുകാർ ജനിക്കുന്നത്. നാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോഴാണ് ജനനമെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ജന്മശിഷ്ട ദശാകാലം എത്രയുണ്ടെന്ന് കണക്കാക്കാം. ശനിദശ കഴിഞ്ഞാൽ പിന്നീട് ബുധൻ, അത് കഴിഞ്ഞ് കേതു, പിന്നീട് ശുക്രൻ, ഇങ്ങനെ പോകും. നിങ്ങളുടെ ശൈശവകാല സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ കൂടുതലായി വന്നേക്കാം. പകർച്ചവ്യാധികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാല്യാരിഷ്ടതകൾ എന്ന് പണ്ട് പറയുന്ന ശിശു സംബന്ധമായ ക്ലേശങ്ങൾ ഒരല്പം കൂടുതലായേക്കാം. ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും പുറകവിളക്ക്, ജലധാര,
വെള്ള നിവേദ്യം പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതഘട്ടങ്ങളിൽ അവിചാരിതമായ തടസ്സങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അനന്തമായി കാര്യങ്ങൾ നീണ്ടുപോകുന്നുണ്ടോ? കാര്യപരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? യാത്രാക്ലേശമോ അലച്ചിലുകളോ അനുഭവപ്പെടുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ജാതകം പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബ സംബന്ധമായ ക്ഷേത്രങ്ങളോ കാവുകളോ ഉണ്ടെങ്കിൽ അവിടെ വേണ്ട സമയത്ത് ഉചിതമായ കാര്യങ്ങൾ ചെയ്ത് ആരാധനകൾ നടത്തേണ്ടതാണ്. നിങ്ങൾക്ക് മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹധാരണം ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. നിങ്ങളുടെ ഗൃഹാരൂഢത്തിൽ മഹാനവഗ്രഹ ശാന്തി നടത്തുന്നത് വളരെ പ്രയോജനം ചെയ്യും. രേവതി നാളിന് നക്ഷത്രാധിപൻ ബുധനാണ്. ബുധദശയിലാണ് തുടക്കം. തുടർന്ന് കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു ഇങ്ങനെയുള്ള ദശാകാലങ്ങൾ യഥാക്രമം കടന്നു വരും. പൊതുവെ ബുധദശയിൽ ജനിക്കുന്നവർക്ക് ശൈശവ ക്ലേശങ്ങൾ കുറവായിരിക്കും. എന്നിരുന്നാലും ജനന സമയത്ത് ബുധൻ അനുകൂല സ്ഥാനത്തല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യാം. ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണം. നിങ്ങളുടെ കുട്ടികൾക്ക് ജനനശിഷ്ടം ബുധദശയാവുകയും ശിശു സംബന്ധമായ ക്ലേശങ്ങൾ കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്താൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, പാൽപ്പായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഇവ നടത്തണം. ബുധനാഴ്ച തോറും വേണം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 5 ബുധനാഴ്ച ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ കാര്യതടസ്സം കൂടുതലായിട്ടുണ്ടോ? സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നുണ്ടോ? പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഇല്ലാതിരിക്കുന്നുണ്ടോ? ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ കാലതാമസം അനുഭവപ്പെടുന്നുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അത് ഉണ്ടെങ്കിൽ ജാതകം സൂക്ഷ്മമായി പരിശോധിച്ച് ഉചിത പ്രതിവിധി ചെയ്യുകയാണ് വേണ്ടത്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാം. നിങ്ങൾ സമഗ്രമായിട്ടുള്ള ഒരു മഹാസുദർശന ഹോമം ഗൃഹത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. സ്വന്തമായി കുടുംബക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണ്ടത് ചെയ്യുക. എമറാൾഡ് അഥവാ മരതക കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ഏത് ഘട്ടത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ശരിയായ രീതിയിൽ ജാതക പരിശോധന ചെയ്ത് തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ്.